നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ നോക്കുന്നത് KSRTC ബസ് ടിക്കറ്റ് വാട്സപ്പ് വഴി എങ്ങനെ ബുക്ക് ചെയ്യാമെന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ മനസ്സിലാക്കാം. KSRTC ബസ് ടിക്കറ്റ് രണ്ട് രീതിയിൽ ബുക്ക് ചെയ്യാം. ഒന്ന് സൈറ്റിൽ കയറിയിട്ട് ബുക്ക് ചെയ്യാം. അതിപ്പം നിലവിലുണ്ട്. വാട്സപ്പ് വഴി ആക്കിയെന്ന് കരുതിയിട്ട് KSRTC സൈറ്റിൽ കയറിയിട്ട് ബുക്ക് ചെയ്യുന്നത് മാറ്റിയിട്ടില്ല. കുറച്ചും കൂടെ എളുപ്പമാണ്. അതായത് സൈറ്റിൽ കയറി ബുക്ക് ചെയ്യാൻ അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടി കുറച്ചുകൂടെ എളുപ്പമാർഗം KSRTC വാട്സപ്പ് വഴി പുതിയൊരു സംവിധാനം തുടങ്ങിയതാണ്. അത് കഴിഞ്ഞ ദിവസമാണ് അത് ലോഞ്ച് ചെയ്തത്. അപ്പം എങ്ങനെയാണ് KSRTC ടിക്കറ്റ് വാട്സപ്പ് വഴി ബുക്ക് ചെയ്യുന്നത് ഞാനിവിടെ കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ട് ഈ നമ്പർ, ഈ സ്ക്രീനിൽ കാണുന്ന ഈ നമ്പർ ഞാൻ സ്ക്രീനിൽ എഴുതി കാണിക്കാം. ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ഈ ഒരു നമ്പർ നിങ്ങളുടെ ഫോണിൽ സേവ് ചെയ്തിട്ട് വാട്സപ്പിൽ ചാറ്റ് ചെയ്യണം. ഞാനിവിടെ ആ നമ്പർ സേവ് ചെയ്തു. ഞാൻ കാണിച്ചു തരാം. എന്താണ് കണ്ടോ, ഈ നമ്പർ ഞാനിവിടെ സേവ് ചെയ്തിട്ടുണ്ട്. വാട്സപ്പിൽ ഇവിടെ ഇങ്ങനെ ഹായ് മെസ്സേജ് ഇങ്ങനെ സെൻഡ് ചെയ്യണം. ഇങ്ങനെ സെൻഡ് ചെയ്യുമ്പോൾ ഇവിടെ ചോദിക്കുന്നത് നമ്മൾ യാത്രയ്ക്കുള്ള ടിക്കറ്റ് ഇന്ന് എടുക്കുന്നോ എന്നാണ് ചോദിക്കുന്നത്. ഇവിടെ യെസ് എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മളുടെ സ്റ്റാർട്ടിംഗ് പോയിന്റും അതോടൊപ്പം എൻഡിങ് പോയിന്റും ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ കോട്ടയം ടു ഇവിടെ പത്തനംതിട്ട കൊടുക്കാം. ഓക്കെ, ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്യുന്നുള്ളതേ ഉള്ളൂ. നമ്മൾ അങ്ങനെ ടൈപ്പ് ചെയ്ത് അയച്ചപ്പോഴേ ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇവിടെ കോട്ടയം ടു പത്തനംതിട്ട. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഗ്രേറ്റ് എന്ന് പറഞ്ഞ് ഇങ്ങനെ മെസ്സേജ് വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്ക് മനസ്സിലായി കോട്ടയം ടു പത്തനംതിട്ട. അതിനുശേഷം ഇവിടെ ഇന്നാണോ നാളെയാണോ 2 ദിവസത്തിനുള്ളിലാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാനിവിടെ ടുമോറോ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇവിടെ കൊടുക്കുന്നു. നിങ്ങൾക്ക് ഇന്നാണെങ്കിൽ ഇന്ന് കൊടുക്കുക. അപ്പോൾ ഓൾറെഡി ബസ് പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ ടിക്കറ്റ് എടുക്കാൻ സാധിക്കത്തില്ല. അതായത് നിങ്ങൾ നോക്കുന്ന സമയത്തിനുള്ള ബസ് പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ ടിക്കറ്റ് എടുക്കാൻ സാധിക്കത്തില്ല. അപ്പോൾ അത് നോക്കിയിട്ട് വേണം ബുക്ക് ചെയ്യാനായിട്ട്. അപ്പം ഞാൻ ടുമോറോ കൊടുത്തപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയം നിങ്ങൾക്ക് കൊടുക്കാം. ഞാനിവിടെ ടുമോറോ കൊടുത്തെന്നുള്ളതേ ഉള്ളൂ. ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ പാസഞ്ചേഴ്സിൻ്റെ ഒരു എണ്ണം കൊടുക്കാനായിട്ടുള്ളൊരു ഓപ്ഷൻ ഇവിടെ വന്നിട്ടുണ്ട്. കണ്ടോ, ഇവിടെ മാക്സിമം 6 പേർക്ക് നമുക്ക് ഒറ്റ ഒരു ഇതിൽ ബുക്ക് ചെയ്യാൻ സാധിക്കും. കണ്ടോ, ഇവിടെ സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് കണ്ടോ ഇങ്ങനെ പാസഞ്ചർ എത്ര ഉണ്ടെന്ന് നമുക്ക് ഇവിടെ കൊടുക്കാൻ സാധിക്കും. ഇപ്പം ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ്. ഇപ്പം ഞാൻ ഒരാൾ ഉള്ളെന്ന് പറഞ്ഞ് ഇവിടെ കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ കൊടുക്കുക. ഇങ്ങനെ കൊടുത്താൽ നമുക്ക് അടുത്ത ഓപ്ഷൻ വരും. ബസ് ഏതൊക്കെ ഉണ്ടെന്നുള്ളത് ചെക്ക് ചെയ്തിട്ട് അവരിത് കാണിച്ചു തരും. കണ്ടോ, ഇതിനകത്തിൽ 17 ബസ് ഉണ്ട് കോട്ടയം പത്തനംതിട്ട. കണ്ടോ, ഇതിനകത്തിൽ ഇവിടെ ടൈം എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്താൽ നമുക്കിവിടെ വരും. രാവിലെ ആണോ, ഉച്ചയ്ക്ക് ശേഷമാണോ, വൈകുന്നേരമാണോ, നൈറ്റ് ആണോ, അതോ പിന്നെ 17 ബസ്സും ഇവിടെ കാണിക്കണമെന്നുള്ളൊരു ഓപ്ഷനുണ്ട്. അപ്പോൾ ഏത് കൊടുത്താലും നമുക്കിവിടെ വരും. ഞാനിവിടെ ഉച്ചയ്ക്ക് ശേഷം എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ ശരിക്കും ബുക്ക് ചെയ്യാൻ നോക്കുന്ന സമയത്ത് ഏത് സമയത്താണ് നിങ്ങൾക്ക് പോകേണ്ടത് ആ ഒരു സമയം ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ജസ്റ്റ് ഒരു ആഫ്റ്റർനൂൺ എന്ന് പറഞ്ഞ് ഇവിടെ കൊടുക്കുന്നുണ്ട്. അപ്പം നോക്കാം, ഇവിടെ അറിയാൻ പറ്റും. ഇവിടെ 3 ബസ്സുണ്ട്. മോർണിംഗ് 7 ബസ്സുണ്ട്. പിന്നെ ഈവനിങ് 3 ബസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കണ്ടോ, അല്ല മൊത്തം 17 ബസ്സിൻ്റെ സമയം വേണമെങ്കിൽ ഇത് സെലക്ട് ചെയ്യാം. ഞാനിവിടെ ആഫ്റ്റർനൂൺ കൊടുത്തിട്ട് സെൻഡ് ചെയ്തപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട് 3 ബസ്സുണ്ട്. അതിൻ്റെ ആ ഒരു സമയം കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ ഇവിടെ താഴത്തെ ഇത് സെലക്ട് ചെയ്താൽ ഇങ്ങനെ വരും. 1:05 PM ഒരു ബസ്സുണ്ട്. 3:30 PM ബസ്സുണ്ട്. 3:30 ഇത് നമ്മൾ വെബ്സൈറ്റ് നോക്കുന്നതിൻ്റെ കൂട്ട് തന്നെയാണ്. വാട്സപ്പിൽ ഞാൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പം ഞാനിവിടെ ഇതിൻ്റെ റേറ്റ് ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. അതായത് സൂപ്പർ ഫാസ്റ്റ് ആണോ, ഫാസ്റ്റ് പാസഞ്ചർ ആണോ, അതെല്ലാം നമുക്കിവിടെ അറിയാൻ സാധിക്കും. ഇത് ഏത് ബസ്സാണെന്നുള്ളത് ഇവിടെ കൊടുക്കുക. ഞാനിവിടെ 1:05 PM ബസ് കൊടുത്തിട്ട് സെൻഡ് കൊടുത്തു. സെൻഡ് കൊടുത്തു കഴിഞ്ഞ ശേഷം നമുക്കിവിടെ കാണാൻ സാധിക്കും. എന്നിട്ടുണ്ട് നമുക്ക് 1:05 ബസ് വരും. നമുക്ക് കോട്ടയത്തു നിന്ന് ബസ് വരും. അത് 2:30 പത്തനംതിട്ട എത്തും. പിന്നെ ഇതിനകത്തിൽ നമുക്ക് സീറ്റിൻ്റെ അവൈലബിലിറ്റിയും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ നോക്കാൻ സാധിക്കും. 43 സീറ്റ് അവൈലബിൾ ആണ്. ഈ ഒരു ഓപ്ഷൻ ഇവിടുന്ന് സെലക്ട് ചെയ്താൽ നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും. കണ്ടോ, ഇവിടെ നമുക്ക് വിൻഡോ സീറ്റ് ആണോ എന്നുള്ളതൊക്കെ അറിയാനുള്ള ഓപ്ഷൻ ഉണ്ട്. കണ്ടോ, വിൻഡോ സീറ്റിൻ്റെ ഐക്കണും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം നമുക്ക് ഇതിനകത്തിലെ ആദ്യത്തെ പേജിൽ നമുക്ക് 9 സീറ്റിൻ്റെ മാത്രമേ വരത്തുള്ളൂ. നമുക്ക് ബാക്കി സീറ്റ് കാണണമെങ്കിൽ ഇവിടെ മോർ സീറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്താൽ സെൻഡ് ചെയ്താൽ ബാക്കി സീറ്റും കൂടെ വരുന്നതാണ്. കണ്ടോ, ഇത് കണ്ടോ, നമുക്ക് അടുത്ത 9 സീറ്റ്, അതായത് ആദ്യം 9 കണ്ടു, പിന്നെ വന്നിട്ട് ഇവിടെ നമുക്ക് ആ ഒരു 9 സീറ്റ് ഉണ്ട്. ടോട്ടൽ 18 സീറ്റ്. ബാക്കിയുള്ള കാണണമെങ്കിൽ ഇത് സെലക്ട് ചെയ്താൽ മതി. ഇവിടെ ഞാനിവിടെ ഈ ഒരു ഞാനിവിടെ ഒരു ജസ്റ്റ് ഈ 11ാം നമ്പർ സീറ്റ് ഇവിടുന്ന് സെലക്ട് ചെയ്തിട്ട് ഇവിടുന്ന് സെൻഡ് കൊടുക്കുന്നു. അങ്ങനെ സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ സാധിക്കണ്ടോ, ഇവിടെ വിൻഡോ സീറ്റ്, പിന്നെ നോൺ AC ബസ് 72 രൂപ. ഇവിടെ സീറ്റ് നമ്പർ 1, ഇവിടെ സീറ്റ് നമ്പർ 11. കണ്ടോ, ഇതെല്ലാം നമുക്ക് ഇവിടെ സെലക്ട് ആയിട്ട് കാണാൻ സാധിക്കും. ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ടൈപ്പ് ചെയ്യേണ്ട നമ്മുടെ പേരും
നമ്മളുടെ വയസ്സും നമ്മുടെ മെയിൽ ഓർ ഫീമെയിലുമാണ്. ഇവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് കണ്ടോ, അനു മേനോൻ 29 ഫീമെയിൽ. ഇതേ മെത്തേഡ് ടൈപ്പ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഞാനത് കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. ഇപ്പം ഞാൻ പേരും വയസ്സും പിന്നെ മെയിൽ ഓർ ഫീമെയിൽ അയച്ച സമയത്ത് ഇങ്ങനെ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഇവിടെ നമ്മളുടെ ഫുൾ പേരും അതോടൊപ്പം നമ്മളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ കൃത്യമായിട്ട് അയക്കാനാണ് പറയുന്നത്. അതായത് നമ്മളുടെ ഫുൾ പേര് നമുക്ക് അയക്കണമെങ്കിൽ മാത്രമേ ഇത് അവർ വെരിഫൈ ചെയ്ത് തരത്തുള്ളൂ. അപ്പോൾ ഞാനിവിടെ ഫുൾ പേര് അയക്കുന്നു. അതായത് നിങ്ങൾ ഇങ്ങനെ വാട്സപ്പ് വഴി ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഞാൻ ആദ്യം വാട്സപ്പിൽ നമ്മളുടെ പേരും നമ്മുടെ വയസ്സും നമ്മുടെ മെയിൽ ഓർ ഫീമെയിൽ കൊടുത്തപ്പോൾ ഇങ്ങനെ അയച്ചു. ഇതുപോലൊക്കെ അയച്ച സമയത്ത് അത് തെറ്റാണ്. ഇതേ രീതിയിൽ അയക്കാൻ പറഞ്ഞു. അതായത് ഇത് കണ്ടു, അനു മേനോൻ 29 ഫീമെയിൽ. അപ്പം ഞാൻ വീണ്ടും ജസ്റ്റ് ഫുൾ പേരും അതോടൊപ്പം ഏജ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് അയച്ചു. അത് കിട്ടിയില്ല. നമുക്ക് ശരിയായിട്ടുള്ളൊരു മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയാണ്. നമ്മളുടെ ഫുൾ പേര്, നമ്മളുടെ ഏജ്, മെയിൽ ഓർ ഫീമെയിൽ. അതായത് നമ്മളുടെ ഫുൾ പേര് കഴിഞ്ഞിട്ട് ഒരു കോമ ഇടുക, സ്പേസ് ഇട്ടിട്ട് വീണ്ടും നമ്മളുടെ ഏജ് ടൈപ്പ് ചെയ്യുക, വീണ്ടും കോമ ഇട്ടിട്ട് സ്പേസ് ഇട്ടിട്ട് വീണ്ടും നമ്മളുടെ മെയിൽ ഓർ ഫീമെയിൽ ടൈപ്പ് ചെയ്യുക. അങ്ങനെ ടൈപ്പ് ചെയ്ത് അയച്ചപ്പോൾ അത് ഓക്കെ ആയിട്ടുണ്ട്. അതുകൊണ്ട് ഇങ്ങനെയാണ് ഇപ്പോൾ വന്നത്. ഇവിടെ കാണുന്നുണ്ട് കോട്ടയം പത്തനംതിട്ട, അതായത് നാളത്തെ ഡേറ്റ് ആണ് 11/8/2026. ഫാസ്റ്റ് പാസഞ്ചർ 1:05 PM കോട്ടയത്തു നിന്ന് എടുക്കുന്നത്. പിന്നെ പത്തനംതിട്ട നമ്മൾ ഇറങ്ങും. പാസഞ്ചർ 1, സീറ്റ് നമ്പർ 11, മനോജ്, എല്ലാം ഇവിടെ വരുന്നുണ്ട്. 72. ഇതിനകത്തിൽ ടോട്ടൽ നമുക്ക് ബുക്കിങ്ങിൻ്റെ ഫീസ് ഒരു 10 രൂപ. അത് നമ്മൾ ഓൺലൈൻ വഴി ബുക്ക് ചെയ്താലും അങ്ങനെ വരുന്നതാണ്. പിന്നെ വരുമ്പോഴത്തേക്ക് പേയ്മെൻറ്റ് ചാർജ് 1 രൂപ. മൊത്തം നമുക്ക് 11 രൂപ എക്സ്ട്രാ വരുന്നുണ്ട്. ഇതിനകത്ത് വരുമ്പോഴത്തേക്ക് ടോട്ടൽ 83 രൂപ നമുക്കിനകത്ത് വരുന്നുണ്ട്. ഇവിടെ നമ്മൾ കൺഫേം ആൻഡ് പേ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇവിടുന്ന് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഇങ്ങനെ വരും. ഇങ്ങനെ വരുന്നത് ഇവിടെ കാണുന്നുണ്ട് നമ്മളുടെ സീറ്റ് ഹോൾഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഈ ഒരു ID വെച്ചിട്ട് നമ്മളുടെ സീറ്റ് ഇപ്പോൾ ഹോൾഡ് ചെയ്തിട്ടുണ്ട്. നമ്മളുടെ ഇത് പേയ്മെൻറ്റ് സക്സസ്ഫുൾ ആകുമ്പോൾ നമ്മളുടെ സീറ്റ് കൺഫേം ആവുകയും ടിക്കറ്റ് ഇഷ്യൂ ചെയ്യുമെന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ പേ നൗ എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്താൽ നമുക്ക് പേയ്മെൻറ്റ് അടയ്ക്കാൻ സാധിക്കും. ഇവിടെ പേ നൗ എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്താൽ KSRTCയുടെ ആ ഒരു വെബ്സൈറ്റിലേക്ക് റീഡയറക്റ്റ് ആവും. ഇവിടെ നമുക്ക് നമ്മളുടെ ആ ഒരു ബുക്കിംഗ് ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട്. കോട്ടയം പത്തനംതിട്ട 11-ാം തീയതി, സീറ്റ് നമ്പർ 11, 83 രൂപ. ഇതിനകത്ത് നമുക്ക് ഇങ്ങനെ കൊടുത്താൽ നമുക്കുണ്ടോ ഈ ഡീറ്റെയിൽസ് ആയിട്ട് ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ കാണാൻ സാധിക്കും. ഇങ്ങനെ വിശദമായിട്ട് നമുക്കിതിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം കൊടുത്തതല്ല ഇവിടെ വരും. കണ്ടോ, ഇത് രണ്ട് നമുക്ക് ഇവിടെ നിന്ന് നോക്കാൻ സാധിക്കും ഇങ്ങനെ വളരെ എളുപ്പത്തിൽ. ഇവിടെ നമുക്ക് പേ യൂസിങ് UPI പേയ്മെൻറ്റ് എന്ന് പറഞ്ഞ് പേ യൂസിങ് UPI ഇൻറ്റൻറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. സെലക്ട് ചെയ്താൽ നമുക്ക് UPI വെച്ചിട്ട് നമുക്ക് ഇവിടെ നിന്ന് പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കും. കണ്ടോ, നമ്മളുടെ ഫോണിൽ UPI ആപ്പ് ഓപ്പൺ ആയിട്ട് നമുക്ക് ഈസി ആയിട്ട് പേയ്മെൻറ്റ് ആവും. പേയ്മെൻറ്റ് ആയിക്കഴിഞ്ഞ ശേഷം നമുക്ക് ഈ വാട്സപ്പിൽ തന്നെ ആ ഒരു ടിക്കറ്റ് ഇവിടെ വരുന്നതാണ്. ഇല്ലെങ്കിൽ നമുക്ക് അവിടുന്ന് ആ ഒരു ടിക്കറ്റ് സ്ക്രീൻഷോട്ടും എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഞാനിവിടെ ടിക്കറ്റ് എടുത്ത് കാണിക്കുന്നില്ല, കാരണം ടിക്കറ്റ് എടുക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്തത്. നിങ്ങൾ ആ ഒരു പേയ്മെൻറ്റ് സക്സസ്ഫുൾ ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ ടിക്കറ്റ് ഇഷ്യൂ ആകുന്നതായിരിക്കും. ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ നമുക്ക് KSRTC ബസ് ടിക്കറ്റ് ഈസി ആയിട്ട് നമുക്ക് ബുക്ക് ചെയ്യാൻ സാധിക്കും വാട്സപ്പ് ഉപയോഗിച്ച്. പിന്നെ നിങ്ങൾ ഈ ഒരു ഹോൾഡ് ചെയ്തേക്കുന്ന ഈ ഒരു അതായത് നിങ്ങൾ ഈ വാട്സപ്പിൽ ജസ്റ്റ് ഒരു ടിക്കറ്റ് ഹോൾഡ് ചെയ്തു. ഈ ഹോൾഡ് ചെയ്താൽ ഇതിന് 2 മണിക്കൂറേ വാലിഡിറ്റി ഉള്ളൂ. 2 മണിക്കൂറിനുള്ളിൽ തന്നെ നമുക്ക് ഇതിന് പേയ്മെൻറ്റ് നൽകണമെന്നാണ് KSRTC അറിയിച്ചിട്ടുള്ളത്. അതിന് ടൈം കൂട്ടുകയോ കുറയ്ക്കുകയോ ഇനി ഹോൾഡ് എന്നുള്ള ഫെസിലിറ്റി എടുത്ത് മാറ്റുമോ എന്നൊന്നും അറിയത്തില്ല. നിലവിൽ ഇങ്ങനെയാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ നമുക്ക് KSRTCയിൽ വാട്സപ്പ് ഉപയോഗിച്ച് നമുക്ക് ഈസി ആയിട്ട് പേയ്മെൻറ്റ് ചെയ്ത് വാട്സപ്പിൽ തന്നെ ടിക്കറ്റ് കിട്ടാനും നമുക്ക് ഒരു ഓപ്ഷൻ ഇതിനകത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, കാണുന്ന ആൾക്കാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കണ്ട. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. ബൈ.